സത്യവിശ്വാസത്തിന് ശേഷവും ദുഷ്പേര് പറയുന്നത് എത്ര നീചമാണ്. സൂറത്തുൽ ഹുജറാത്ത് 11. ബിസൽ ഇസ്മുൽ ഫുസൂഖ്. മിക്ക ആളുകളും തെറ്റി ഓതാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണിത്. നോക്കാം. ഇവിടെ 2 വാക്കുകളാണ് ഉള്ളത്. ഒന്ന് ബിസ, പിന്നെ വരുന്നത് ഇസ്മ. ഇസ്മിന്റെ തുടക്കത്തിൽ ആരുണ്ട്? അലിഫ്ലാം ഉണ്ട്, ലാമു താരിഫ് ഉണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് ഇതിന്റെ ശരിയായ പാരായണം എന്ന് നോക്കാം. നമ്മൾ ആദ്യം എന്ത് ചെയ്യാണ്? ഈ ഇസ്മിനെ അലിഫ്ലാം ചേർത്തുകൊണ്ട് തന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതാണ്. ആദ്യം അലിഫ്ലാം, പിന്നെ ഈ പറയുന്ന ഈ ഒറ്റ വാക്കില് 2 ഹംസത്തുൽ വസ്ലുണ്ട്. ആദ്യത്തേത് അലിഫ്ലാമിലുള്ള ഈ ഹംസത്തുൽ വസ്ലാണ്, രണ്ടാമത്തേത് ഇസ്മിലുള്ള ഹംസത്തുൽ വസ്ലാണ്. അതായത് ഇസ്മ എന്ന വാക്കിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്ന ഹംസ ഹംസത്തുൽ വസ്ലാണ്. ഹംസത്തുൽ വസ്ലിന്റെ പ്രത്യേകത എന്താണ്? അത് ഇടയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉച്ചരിക്കൂല. അത് ഏതെങ്കിലും സെന്റൻസിന്റെ, ജുംലയുടെ, ആയത്തിന്റെ തുടക്കത്തിൽ വരുമ്പോൾ മാത്രമേ നമ്മൾ എന്താക്കുള്ളൂ? അതിനെ ഉച്ചരിക്കുകയുള്ളൂ. ഇവിടെ ഈ 2 പേരും വന്നിരിക്കുന്നത് ഇടയിലാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഉച്ചരിക്കാൻ പറ്റൂല. അപ്പൊ നമ്മൾ ആദ്യം അവ 2നെയും ഒഴിവാക്കുകയാണ്. പിന്നെ അവിടെ ബാക്കി വരുന്നത് ഒരു ലാമുണ്ട്. ആ ലാമിന് സുക്കൂനാണ് അല്ലേ? അൽ അൽ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ സുക്കൂനാണ്. പിന്നെ ഇസ്മിലെ സീനിനും എന്താണ്? സുക്കൂനാണ്. അപ്പോ ലാമിന് സുക്കൂന്, സീനും സുക്കൂന്. 2 സുക്കൂൻ എവിടെ വരികയാണ്? അടുത്തടുത്ത് വരികയാണ്. ഹംസത്തുൽ വസ്ൽ നമ്മൾ ഒഴിവാക്കിയേ. 2 സുക്കൂനുകൾ അടുത്തടുത്ത് വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ ഇൽത്തിഖാഉ സാക്കിനൈനാണ്. അപ്പൊ നമ്മൾ എന്താക്കുകയാണ്? ഇവിടെ ആദ്യത്തെ സുക്കൂനിന് ഹറക്കത്ത് കൊടുക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് കെസ്ർ കൊടുക്കുന്നു. അപ്പൊ എന്തായി? ലിസ്മു. ലിസ്മു. ഇത് ചേർത്ത് വായിക്കുമ്പോൾ എങ്ങനെ വായിക്കും? ബിസ ലിസ്മു. ബിസലിസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ. ബിസലിസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ.